തിരുനെല്ലി DCM UP സ്കൂളിന്റെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. തിരുനെല്ലി DCM UP സ്കൂൾ തന്റെ സേവനപാതയിൽ 71 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. 1956-ൽ പ്രൈമറി വിദ്യാലയമായി ആരംഭിച്ച DCM UP സ്കൂൾ ഇന്ന് പ്രവർത്തന നിരതവും സാർത്ഥകവുമായ ഒരു അധ്യയന വർഷം കൂടി പിന്നിടുന്നു. ചരിത്രമുറങ്ങുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വാരങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങായി അറിവിന്റെ ശോഭയിലേക്ക് കൈപിടിച്ചുയർത്തിയ 7 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യമാണ് നമ്മുടെ DCM UP സ്കൂൾ. ആരാധനാ സഭ മാനന്തവാടി മേരിമാതാ പ്രൊവിൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ ഇപ്പോഴത്തെ മാനേജർ മദർ പൗളിൻ മുഗാലയിൽ ആണ്. എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ലില്ലി ജോസ്, സിസ്റ്റർ ലിൻസി, സിസ്റ്റർ സെലിൻ മേരി, സിസ്റ്റർ ആൻസ് മരിയ, ഫൈനാൻസ് ഓഫീസർ സിസ്റ്റർ മരീന എന്നിവരുടെ നേതൃത്വവും സഹകരണവും സാമ്പത്തിക പിന്തുണയും സ്കൂളിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. തിരുനെല്ലി പഞ്ചായത്തിന്റെ പ്രത്യേക ശ്രദ്ധയും പരിഗണനയും എന്നും നമ്മുടെ സ്കൂളിനോടൊപ്പമുണ്ട്. ശ്രീ PV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പഴയ ഭരണസമിതിയും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി അഞ്ജു ബാലനും ഈ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ മെമ്പറുമായ ശ്രീ KT ഗോപിനാഥൻ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നു. ഈ കലാലയം മികവിന്റെ പാതയിൽ മുന്നേറുമ്പോൾ ഇതിനു പിന്നിൽ അധ്വാനം ചെയ്തവർ ഏറെയാണ്. കഴിഞ്ഞ 13 വർഷക്കാലം സ്കൂളിന്റെ അമരക്കാരിയായിരുന്ന പ്രധാന അധ്യാപിക ബഹുമാനപ്പെട്ട സിസ്റ്റർ മേഴ്സി KM 2025 ഏപ്രിൽ 31 വിരമിച്ചതിനെ തുടർന്ന് പ്രധാന അധ്യാപിക സ്ഥാനത്തേക്ക് സിസ്റ്റർ സിന്ധു KV നിയമിതയായി. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ 10,000-ങ്ങൾക്ക് അക്ഷരദീപം പകർന്നു നൽകിയ DCM UP സ്കൂൾ ഇന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ സിന്ധു KVയുടെ നേതൃത്വത്തിൽ 20 അധ്യാപകരും ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫും 402 വിദ്യാർത്ഥികളുമായി മികവിന്റെ പാതയിൽ തിരുനെല്ലി പഞ്ചായത്തിലെ മികച്ച വിദ്യാലയമായി മാറുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിനും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച പരിശീലനം നൽകുന്നതിനും കഠിന പരിശ്രമം ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് നമ്മുടെ DCM. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് ആവശ്യാനുസരണം ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം എന്നിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഡിജിറ്റൽ ക്ലാസ് റൂം, വിശാലമായ കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, വിവിധ പ്രദേശങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ബസ് സർവീസ് എന്നിവ നമ്മുടെ സ്കൂളിന്റെ സവിശേഷതകളാണ്. പാഠങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കും അപ്പുറം പാഠ്യേതര രംഗത്തെ ഇടപെടലുകളും കലാ കായിക ശാസ്ത്ര മേഖലയിലെ മികവുകളാലും മികച്ച വിദ്യാലയങ്ങളുടെ പട്ടികയിൽ DCM UP സ്കൂൾ സ്ഥാനമുറപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രവേശനോത്സവം. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ഈ വർഷം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ശ്രീമതി നിഷ PR അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അക്ഷരത്തൊപ്പി അണിഞ്ഞും കൈകളിൽ പൂക്കൾ നൽകിയും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പുതുതായി സ്കൂളിലെത്തിയ കുരുന്നുകളെ സ്വീകരിച്ചു. സ്കൂൾ PTA ജൂൺ മാസത്തിൽ തന്നെ ജനറൽ ബോഡി യോഗം ചേർന്ന് 2025-26 അധ്യയന വർഷത്തിലെ PTA ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ ദിനേശ് കോട്ടിയൂരിനെയും വൈസ് പ്രസിഡന്റായി ശ്രീ സിദുലാലിനെയും MPTA പ്രസിഡന്റായി ശ്രീമതി ജംഷീറ നാസറിനെയും വൈസ് പ്രസിഡന്റായി ശ്രീമതി ജസ്ന അഷ്റഫ് എന്നിവരെയും തിരഞ്ഞെടുത്തു. അന്നേ ദിവസം തന്നെ ഉച്ചഭക്ഷണ, പ്രഭാത ഭക്ഷണ, വിദ്യാവാഹിനി കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. PTA അംഗങ്ങളുടെ സഹകരണം സ്കൂളിന് എന്നും ഒരു കൈമുതലാണ്. പഠന പ്രവർത്തനങ്ങൾ. മികച്ച വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും നൽകുക എന്നതാണ് ഈ വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരുടെയും ലക്ഷ്യം. ഇതിനായി തങ്ങളുടെ എല്ലാ കഴിവുകളും അധ്യാപകർ വിനിയോഗിക്കുന്നു. കുട്ടികളുടെ നോട്ട്ബുക്കുകൾ കൃത്യമായി കറക്റ്റ് ചെയ്ത് ക്ലാസ് ടെസ്റ്റുകൾ നടത്തി ഓരോ കുട്ടിയെയും കൃത്യമായി വിലയിരുത്തി അതനുസരിച്ച് അധ്യാപകർ പഠനകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും ചെയ്തു വരുന്നു. ഹെഡ് മിസ്ട്രസ് എല്ലാ അധ്യാപകരുടെയും ക്ലാസ് മോണിറ്ററിംഗ് ചെയ്തുകൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കും നിർദ്ദേശം നൽകി വരുന്നു. പിന്നോക്കക്കാർക്കുള്ള പ്രവർത്തനങ്ങൾ.
പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻപന്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൈപിടിച്ച് കൂടെ നടത്താം എന്ന പദ്ധതി നടപ്പിലാക്കി. 20 ദിവസത്തേക്ക് കുട്ടികൾക്ക് പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കി ക്ലാസുകൾ നൽകി. വൈകുന്നേരം 3 മണി മുതൽ ഇതിനായി സമയം വിനിയോഗിക്കുന്നു. കൂടാതെ ശ്രദ്ധ, ഇതളുകൾ തുടങ്ങിയ പഠന പോഷണ പരിപാടികളും കുട്ടികൾക്കായി നടപ്പിലാക്കി വരുന്നു. LSS USS പരിശീലനം. മികച്ച രീതിയിൽ നൽകുന്ന LSS USS പരിശീലനത്തിന് ഫലമായി 2024-25 വർഷത്തിൽ നിവിൻ സാബു, അമയ AS, അസ്മിയ നസ്രിൻ എന്നീ കുട്ടികൾ LSSഉം, മുഹമ്മദ് ഹാഷിദ്, ആരോമൽ മനോജ്, നിരഞ്ജന CJ എന്നിവർ USS നേടി സ്കൂളിന് അഭിമാനമായി. ഈ വർഷം കൂടുതൽ LSS USS നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ തന്നെ പരിശീലനം ആരംഭിച്ചു. എല്ലാ ദിവസവും അവധി ദിവസങ്ങളിലും കൂടാതെ രാത്രി 9 മണിവരെ നീളുന്ന പരിശീലനവും നൽകി വരുന്നു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കുട്ടികളിൽ ജനാധിപത്യ രീതി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. ആധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. പൂർണ്ണമായും കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. സ്കൂൾ ഇന്നവേഷൻ പ്രോഗ്രാം. ഈ വർഷത്തെ സ്കൂൾ ഇന്നവേഷൻ പ്രോഗ്രാമായി GK ചലഞ്ച് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. വ്യത്യസ്ത തലങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. സ്കൂൾ അസംബ്ലിയിൽ എല്ലാ ദിവസവും ക്വിസ് മത്സരം, പ്രധാനപ്പെട്ട എല്ലാ ദിനങ്ങളോടും അനുബന്ധിച്ച് ക്വിസ് മത്സരം, രക്ഷിതാക്കൾക്കുള്ള ഫാമിലി ക്വിസ് മത്സരം എന്നിവ നടത്തി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തിരുനെല്ലി പഞ്ചായത്തിലെ LP വിഭാഗം കുട്ടികൾക്കായി നടത്തിയ ടാലന്റ് ട്രാക്ക് ക്വിസ് മത്സരം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കളേഴ്സ് ഡേ. കുട്ടികളിൽ നിറങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉളവാക്കുന്നതിനും കൂടുതൽ പദങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾക്കായി കളേഴ്സ് ഡേ നടത്തി. യെല്ലോ കളറാണ് തീമായി എടുത്തത്. മേളകൾ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി സ്കൂൾ തല ശാസ്ത്രമേള, കലാമേള, കായികമേള തുടങ്ങിയവെല്ലാം വളരെ വിപുലമായ രീതിയിൽ ഹൗസ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടു. കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ഹൗസിനായി ട്രോഫികൾ സ്പോൺസറായി ലഭിച്ചു. കായികമേളയിൽ 1ാം സ്ഥാനം നേടുന്ന ഹൗസിന് ശ്രീ സിനോജ് സാർ സ്പോൺസർ ചെയ്ത എവറോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനം നേടുന്ന ഹൗസിന് ശ്രീ ആൽബിൻ കെണിച്ചിറ സ്പോൺസർ ചെയ്ത ട്രോഫിയും, 3ാം സ്ഥാനം നേടുന്ന ഹൗസിന് ഫാദർ നെൽസൺ സ്പോൺസർ ചെയ്ത ട്രോഫിയും സമ്മാനിച്ചു. കലാമേളയിൽ 1ാം സ്ഥാനം ലഭിച്ച ഹൗസിന് കുട്ടേട്ടൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനത്തിന് ശ്രീ ഷെഫീഖ് തോൽപ്പെട്ടിയും കുടുംബവും നൽകിയ ട്രോഫിയും, 3ാം സ്ഥാനത്തിന് കാട്ടിക്കുളം കാവേരി ട്രെയിനിംഗ് കമ്പനി നൽകിയ ട്രോഫിയും നൽകി. സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള. പനമരത്ത് വെച്ച് നടന്ന സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ സ്കൂൾ മികച്ച നേട്ടം കരസ്ഥമാക്കി. 155 പോയിന്റുകൾ നേടി പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും തന്നെ A ഗ്രേഡ് കരസ്ഥമാക്കി. പ്രവൃത്തി പരിചയമേളയിൽ സായി കൃഷ്ണ U, ആശ്രിത P, ലാമിയ KJ എന്നിവർ A ഗ്രേഡോടെ 2ാം സ്ഥാനം നേടി. സബ് ജില്ലാ കായികമേള മികവുകൾ. സബ് ജില്ലാ കായികമേളയിൽ സ്കൂളിൽ നിന്ന് 35ഓളം കുട്ടികൾ പങ്കെടുത്തു. സബ് ജൂനിയർ വിഭാഗത്തിൽ വിഷ്ണുപ്രിയ ലോങ് ജമ്പിൽ ജില്ലാ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. UP കിഡീസ് ബോയ്സ് റിലേ, UP കിഡീസ് ബോയ്സ് ലോങ് ജംപ്, 200 മീറ്റർ ഓട്ടം എന്നിവയിൽ നവനീത്, ദർശൻ രാജു, രജിൽ CR, അജു കൃഷ്ണ എന്നിവർ സമ്മാനാർഹരാവുകയും ചെയ്തു. സബ് ജില്ലാ കലാമേള നേട്ടങ്ങൾ. കലാമേളയിലെ മികച്ച നേട്ടം നമ്മുടെ കുഞ്ഞുങ്ങൾ നേടിയെടുത്തു. LP, UP ഇനങ്ങളിൽ ഗ്രൂപ്പ് ഡാൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് A ഗ്രേഡ് കരസ്ഥമാക്കി. സബ് ജില്ലാ മലയാളം കവിതാ രചനയിൽ അൻസില റൈഹാൻ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ജില്ലാ തലത്തിലും 1ാം സ്ഥാനം ഉറപ്പിച്ച് DCMന്റെ അഭിമാനമായി മാറി. ഇൻക്ലൂസീവ് സ്പോർട്സ്. ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തപ്പെട്ട വയനാട് ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്രിനാഥ് ES സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും സംസ്ഥാന തലത്തിൽ മെഡൽ നേടുകയും ചെയ്തു. YMCA സംസ്ഥാന നഴ്സറി കലോത്സവം. സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന സംസ്ഥാന നഴ്സറി കലോത്സവത്തിൽ പ്രീ പ്രൈമറിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും
ഗ്രൂപ്പ് ഡാൻസിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടുകയും ചെയ്തു. ആഘോഷങ്ങൾ: സ്വാതന്ത്ര്യ ദിനാഘോഷം. ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ ഹോം ചാംപ്സ് ഫാമിലി ക്വിസ് ഏറെ ശ്രദ്ധേയമായി. ഈ സ്കൂളിലെ കുട്ടികളായ അൻസുൽ റഹ്മാൻ, ആമിൽ ഹയ്യാൻ എന്നിവരുടെ രക്ഷിതാവായ ഹവിൽദാർ ഷെഫീഖ് തോൽപ്പെട്ടിയെ ആദരിച്ചു. സ്വാതന്ത്ര്യദിന പരേഡ്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന് നിറവ് നൽകി. ഓണാഘോഷം: മാവേലി മന്നന്റെ അകമ്പടിയോടെ ഈ വർഷവും ഓണാഘോഷം വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു. അത്തപ്പൂക്കളം, അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ച മെഹാ തിരുവാതിര, ഓണസദ്യ, വടംവലി, ഓണക്കളികൾ എന്നിവയെല്ലാം ഓണാഘോഷത്തിന് മിഴിവേകി. ശിശുദിനം: കുഞ്ഞുങ്ങളുടെ ദിനം ഏറെ മനോഹരമായി ആചരിച്ചു. ശിശുദിന റാലി, പ്രസംഗ മത്സരം എന്നിവയെല്ലാം നടത്തപ്പെട്ടു. കുട്ടികളുടെ പ്രധാനമന്ത്രിയായി 4A അംന ഫാത്തിമയും സ്പീക്കറായി 7B നവീൻ വിനോദും KG വിഭാഗത്തിൽ നിന്ന് മുഹമ്മദ് ഷമ്മാസും തെരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകർ കുഞ്ഞുങ്ങൾക്കായി പരിപാടികൾ അവതരിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം: ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പരത്തുന്ന ക്രിസ്മസ് ആഘോഷവും വിപുലമായ രീതിയിൽ നടന്നു. പുൽക്കൂട് നിർമ്മാണവും കലാപരിപാടികളും ക്രിസ്മസ് കരോളും ആഘോഷത്തെ വർണ്ണാഭമാക്കി. DCMന്റെ കുഞ്ഞുമാലാഖ, 1ാം ക്ലാസ്സിലെ വേദസുനിയും വേദസുനിക്ക് കൈത്താങ്ങായി എന്നും കൂടെ നിൽക്കുന്ന അമ്മ അഞ്ജു പ്രസാദും ചേർന്ന് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിനാചരണങ്ങളിലൂടെ: പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിൽ അപ്പപ്പാറ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ ശ്രീ ജയേഷ് ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടുകയും 2ാം വാർഡ് ഹരിത കർമ്മസേന അംഗങ്ങളായ ശ്രീമതി നബീസ, ശ്രീമതി സുധിഷ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വായനാ ദിനം. അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു ചങ്ങാതി. ജൂൺ 19 വായനാ ദിനം. വായനാ ദിന ക്വിസ്, വായനാ കുറിപ്പ് അവതരണം, കയ്യെഴുത്തു മത്സരം, മാഗസിൻ നിർമ്മാണം, പുസ്തക പരിചയം എന്നീ പരിപാടികളോടെ ആചരിച്ചു. ചാന്ദ്രദിനം. ചാന്ദ്രദിനം, ക്വിസ് മത്സരം, ചാന്ദ്രദിന മനുഷ്യൻ തുടങ്ങിയ പരിപാടികളും റോക്കറ്റ് വിക്ഷേപണവും ഏറെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ഹിരോഷിമ നാഗസാക്കി ദിനം. സമാധാനത്തിന് വെള്ളരിക്കൊക്കുകളെ പറപ്പിച്ചുകൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. വെള്ളവസ്ത്രധാരികളായി സമാധാന സന്ദേശം പരത്തിയാണ് അധ്യാപകരും കുഞ്ഞുങ്ങളും അന്ന് സ്കൂളിൽ എത്തിയത്. ബാൻഡ് ടീം. ഹാജരില്ലായ്മ പരിഹരിക്കുന്നതിനു വേണ്ടി ഉന്നതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ബാൻഡ് ടീം പ്രവർത്തിച്ചു വരുന്നു. സ്കൂളിലെ എല്ലാ പൊതുപരിപാടികളിലും ബാൻഡ് ടീം നിറസാന്നിധ്യമാണ്. ഗൃഹസന്ദർശനം. കുട്ടികളുടെ പഠനാന്തരീക്ഷവും ഭൗതിക സാഹചര്യവും മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടികളുടെ പഠനത്തിൽ കൈത്താങ്ങാകുവാൻ ഒരു അധ്യാപകന് കഴിയൂ എന്ന ലക്ഷ്യത്തോടെ ഇത്തവണയും ഗൃഹസന്ദർശനം നടത്തി. എല്ലാ കുട്ടികളുടെയും വീടുകൾ അധ്യാപകർ സന്ദർശിച്ചു കഴിഞ്ഞു. സഞ്ചയിക പദ്ധതി. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സഞ്ചയിക പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. സൂംബ ഡാൻസ്. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ആഴ്ചയിലൊരിക്കൽ സൂംബ ഡാൻസ് പരിശീലനം നടത്തിവരുന്നു. നിറച്ചാർ സംയോജിത സഹവാസ ക്യാമ്പ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തിയ നിറച്ചാർ സംയോജിത സഹവാസ ക്യാമ്പിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ പ്രശസ്തരായ വിദ്യാർത്ഥികളെ ആദരിക്കൽ. നമ്മുടെ വിദ്യാലയത്തിലെ വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളെ ആദരിച്ചു. സബ് ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള, കലോത്സവം, സ്പോർട്സ് മീറ്റ്, LSS USS നേടിയവർ എന്നിവരെയാണ് ആദരിച്ചത്. PTA മാതൃകാ പ്രവർത്തനം. കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന അപ്പപ്പാറ വില്ലേജ് സ്കൂൾ റോഡ് PTA പ്രസിഡന്റ് ശ്രീ ദിനേശ് കോട്ടിയുടെ നേതൃത്വത്തിൽ കല്ലിട്ട് നികത്തി ഗതാഗത യോഗ്യമാക്കി തീർത്തു. നിസ്വാർത്ഥ സേവനത്തിന് സ്കൂളിന് നന്ദി. മികച്ച ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം. രുചികരവും പോഷക സമൃദ്ധവുമായ ഉച്ചഭക്ഷണമാണ് നമ്മുടെ സ്കൂളിൽ നൽകി വരുന്നത്. പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള ഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നു. ഏറെ വർഷങ്ങളായി ശ്രീമതി ചിത്രലേഖ, ശ്രീമതി ഫാരിഷ എന്നിവരാണ്
അടുക്കളയുടെ അകത്തളങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണം ഒരുക്കുന്നത്. ഒത്തുചേരൽ പ്രധാനാധ്യാപക യോഗം. മാനന്തവാടി ഉപജില്ലയിലെ എല്ലാ പ്രധാന അധ്യാപകരുടെയും യോഗം നമ്മുടെ സ്കൂളിൽ വെച്ച് ഡിസംബർ മാസത്തിൽ നടത്തപ്പെട്ടു. മാനന്തവാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിൽ സാറും മറ്റ് എല്ലാ പ്രധാന അധ്യാപകരും യോഗത്തിൽ സംബന്ധിച്ചു. 2025-26 വർഷത്തെ നമ്മുടെ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. സമയപരിമിതി മൂലം ഇതിൽ ഉൾപ്പെടുത്തുവാൻ കഴിയാത്ത ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടത്തിവരുന്നു. മാനേജ്മെന്റിൽ നിന്നും, തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും, PTA-യിൽ നിന്നും, രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സഹായ സഹകരണങ്ങൾ ഏറ്റുപറയേണ്ടതാണ്. ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി.